ഹലോ ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മളെ PTron എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ PTron Basspods 281 എന്ന് പറയുന്ന ഈ ഒരു TWS ഇയർബഡ് ആണ്. 100,000 പ്രൈസ് റേഞ്ചിൽ വരുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഫീച്ചേഴ്സ് ഉള്ള ഒരു ഇയർബഡും കൂടിയാണ് നമ്മൾ ഈ ഒരു PTron Basspods 281 എന്ന് പറയുന്ന ഈ ഒരു ഇയർബഡ്. ഞാൻ ഈ ഒരു ഇയർബഡ് വാങ്ങിയിട്ട് ഏകദേശം രണ്ടാഴ്ചയ്ക്ക് ശേഷം നമ്മൾ ഈ ഒരു ഇയർബഡിൻ്റെ റിവ്യൂ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഇയർബഡിൻ്റെ കംപ്ലീറ്റ് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഈ ഒരു ഇയർബഡിൻ്റെ യൂസിങ് എങ്ങനെയാണ്, നമുക്ക് ഈ ഒരു ഇയർബഡ് എങ്ങനെയാണ് നമുക്ക് പെയർ ചെയ്യേണ്ടത്, പിന്നെ അതിൻ്റെ ടച്ച് കൺട്രോൾ എങ്ങനെയാണ്, ഈ ഒരു ഇയർബഡിൻ്റെ ഗെയിമിംഗ് ലേറ്റൻസി എങ്ങനെയുണ്ട്, പിന്നെ ഈ ഒരു ഇയർബഡിൻ്റെ മൈക്ക് ടെസ്റ്റിംഗ്, പിന്നെ അതിൻ്റെ ചാർജിങ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഫീച്ചേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ വെൽക്കം ബാക്ക് ടു മിസ്റ്റർ മൈൻ. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇയർബഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 999 റുപ്പീസ്, ഏകദേശം 1000 റുപ്പീസിനാണ് നമുക്ക് ഈ ഒരു ഇയർബഡ് നമുക്ക് വാങ്ങാൻ കഴിയുന്നത്. ഫ്ലിപ്കാർട്ട് എന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഈ ഒരു ഇയർബഡ് ഞാൻ വാങ്ങുന്ന സമയത്ത് ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ ആ ഒരു ബിഗ് സേവിംഗ് ഡേയ്സിൻ്റെ ഒരു ഓഫർ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഏകദേശം 9,050 റുപ്പീസ്, ഏകദേശം 950 രൂപയ്ക്ക് എനിക്ക് ഈ ഒരു ഇയർബഡ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്തിട്ട് ഈ ഒരു ബോക്സിനുള്ള നമുക്ക് എന്തൊക്കെയാണ് ലഭിക്കുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ബോക്സിന് ഫ്രണ്ടിലായിട്ട് നമുക്ക് ആ ഒരു PTronൻ്റെ ആ ഒരു ലോഗോ ഉണ്ട്, പിന്നെ Basspods 281 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഈ ഒരു PTron എന്ന് പറഞ്ഞ ഈ ഒരു ഇയർബഡിൻ്റെ കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ ഈ ഒരു ബോക്സിൻ്റെ ബാക്കിൽ നമുക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷനായിട്ട് നമുക്കിപ്പോൾ കണക്ടിവിറ്റി, അഡ്വാൻസ്ഡ് വയർലെസ് കണക്ടിവിറ്റി ഉണ്ട്, പിന്നെ ട്രാൻസ്മിഷൻ റേഞ്ച് ഏകദേശം 10 മീറ്ററാണ് നമുക്ക് ഈ ഒരു ഇയർബഡിൻ്റെ ട്രാൻസ്മിഷൻ റേഞ്ച് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 10 മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു ഇയർബഡ് നമ്മൾ കണക്ട് ചെയ്താൽ നമ്മുടെ ഫോണിൽ നിന്ന് ആ ഒരു 10 മീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ ഡ്രൈവറിൻ്റെ സൈസ് ഏകദേശം 30 mm ഡൈനാമിക് ഡ്രൈവറാണ് നമുക്ക് ഈ ഒരു ഇയർബഡിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വലിയൊരു ഡ്രൈവറെ നമുക്ക് ഈ ഒരു TWSനുള്ള നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ അതിന് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ സ്പീക്കർ ഇമ്പിഡൻസ്, പിന്നെ ഫ്രീക്വൻസി റെസ്പോൺസ്, പിന്നെ നമുക്ക് ഈ ഒരു ഇയർബഡിൻ്റെ മ്യൂസിക് പ്ലേബാക്ക് ടൈം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു TWSൻ്റെ ആ ഒരു ഇയർബഡ് നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ഫുൾ ചാർജ് ചെയ്യാൻ നമുക്ക് ഏകദേശം 4 hour വരെ നമുക്ക് പ്ലേബാക്ക് ടൈമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ടൈം വരെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കും. 4 hour വരെ നമ്മൾ ആ ഒരു ഇയർബഡ് മാത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ ആ ഒരു ചാർജിങ് കേസും കൂടി, നമ്മൾ ആ ഒരു ചാർജിങ് കേസ് ഉണ്ട്, ആ ഒരു ചാർജിങ് കേസും കൂടി നമുക്ക് ഉപയോഗിക്കുന്നെങ്കിൽ ഏകദേശം 15 hour വരെ നമുക്ക് ഈ ഒരു ഇയർബഡ് നമുക്ക് പ്ലേബാക്ക് ടൈമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് തന്നെ നമുക്ക് ഈ ഒരു TWS നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ അതിന് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി കാണുന്നുണ്ട്. ആ ഒരു ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ചാർജിങ് കേസിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 300 mAh ആണ്. പിന്നെ ഈ ഒരു ഇയർബഡ് മാത്രമുള്ള അതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 40 mAh ആണ് ഈ ഓരോ ഇയർ പീസിനും കൂടി നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഈ ഒരു ഇയർബഡിൻ്റെ ചാർജിങ് എന്ന് പറയുന്നത് നമുക്ക് Type-C പോർട്ട് വെച്ചിട്ട് നമ്മൾ ചാർജ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇയർബഡ് നമുക്ക് സിമ്പിളായിട്ട് അത്യാവശ്യം സ്പീഡിൽ തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു ചാർജിങ്ങിൻ്റെ ഹവർ നമുക്കിപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ചാർജ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ഒരു ചാർജിങ് ടൈമായിട്ട് നമുക്ക് കൊടുത്തിട്ടുള്ളത് അബൌട്ട് 1 to 2 hours ഏകദേശം. അതുകൊണ്ട് നമുക്ക് 2 hourൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു ഇയർബഡ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ആ ഒരു കേസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് 2 hourൻ്റെ ഉള്ളിൽ നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അതാണ് നമ്മൾ ഈ ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഇയർബഡ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ബോക്സ് ഓപ്പൺ ആക്കുന്നതാണ്. ഈ ഒരു ഇയർബഡ് നമ്മൾ ഫസ്റ്റ് തന്നെ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇയർബഡിൻ്റെ യൂസർ മാനുവലും പിന്നെ അതിൻ്റെ വാറണ്ടി കാർഡും അത് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് സൈഡിൽ വെക്കാം. പിന്നെ അതിനുശേഷം നമുക്ക് വരുന്നത് ആ ഒരു ബ്ലാക്ക് ബോക്സാണ്. ഈ ഒരു ബ്ലാക്ക് ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു ഇയർബഡ്, ആ ഒരു 2 ഇയർബഡും പിന്നെ അതിൻ്റെ ചാർജിങ് കേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്.
പിന്നെ ഇതിൻ്റെ ചാർജിങ് കേബിൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഇയർബഡ് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാർജിങ് കേബിൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു ഇയർബഡിൻ്റെ ചാർജിങ് കേസ് വരുന്നത്. അപ്പോൾ അതിന് മുകളിലായിട്ട് നമുക്ക് ആ ഒരു PTron എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ആ ഒരു ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പോർട്ട് ഉണ്ട്. ഈ ഒരു പോർട്ട് Type-C പോർട്ടാണ്. നമുക്ക് ഈ ഒരു പോർട്ട് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചാർജ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു കേസ് ഒന്ന് ഓപ്പൺ ആക്കി വെക്കാം. അപ്പോൾ ഈ ഒരു കേസ് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇയർബഡ് വെക്കാനുള്ള ഒരു പ്ലേസും പിന്നെ അതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് ചാർജിങ് ഇൻഡിക്കേറ്ററാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് ഈ ഒരു ചാർജിങ് ഇൻഡിക്കേറ്റർ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബിലോ 1000 rupees തന്നെ നമുക്ക് ഒരു ചാർജിങ് ഇൻഡിക്കേറ്റർ നമുക്ക് ഈ ഒരു PTronൻ്റെ ഈ ഒരു ഇയർബഡിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ചാർജിങ് ഇൻഡിക്കേറ്റർ വെച്ചിട്ട് നമുക്കിപ്പോൾ നമ്മൾ ഈ ഒരു ഇയർബഡ് നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ചാർജിങ് ഇൻഡിക്കേറ്ററിൽ നമുക്ക് കാണിക്കുന്നതായിരിക്കും. ഈ ഒരു ചാർജിങ് എത്ര % ഉണ്ട് എന്ന് കാണിക്കും. പിന്നെ നമ്മൾ ഓരോ ഇയർബഡിൻ്റെയും ചാർജ് എത്രയുണ്ട് അത് നമുക്ക് ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇയർബഡിൽ നമുക്ക് സിമ്പിളായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ചാർജിങ് ഇൻഡിക്കേറ്റർ ഇവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു ഇയർബഡ് ഒന്ന് പുറത്തെടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഇയർബഡ് പുറത്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു ഔട്ട് ഇയർ ഇയർബഡാണ്, നമുക്ക് ഇൻ ഇയർ അല്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കുറേ ഇൻ ഇയർ ഇയർബഡ് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു ഇൻ ഇയർ ഇയർബഡ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഔട്ട് ഇയർ ഇയർബഡ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഈ ഒരു 100,000 പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഇയർബഡ്, ഈ ഒരു ഔട്ട് ഇയർ ഇയർബഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു PTron Basspods 281 എന്ന് പറഞ്ഞ ഇയർബഡ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇയർബഡ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഇയർബഡ് എങ്ങനെയാണ് പെയർ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഇയർബഡിൻ്റെ ആ ഒരു ചാർജിങ് കേസ് എടുത്തതിന് ശേഷം ആ ഒരു ചാർജിങ് കേസിലേക്ക് നിങ്ങൾ ആ ഒരു ഇയർബഡ് ഒന്ന് വെക്കുക. അങ്ങനെ വെക്കുന്ന സമയത്ത് ആ ഒരു ഇയർബഡ് കണക്റ്റ് ആകുന്നതായിരിക്കും, ആ ഒരു ചാർജിങ് ഇൻഡിക്കേഷൻ കാണിക്കുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ പുറത്തെടുത്തതിന് ശേഷം ആ ഒരു ഇയർബഡിന് ഡയറക്റ്റ് നിങ്ങൾ പുറത്തെടുത്തതിന് ശേഷം അങ്ങനെ ആ ഒരു ചാർജിങ് കേസ് നിങ്ങൾ പുറത്തെടുക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ഇയർബഡ് തമ്മിൽ, ഈ ഒരു 2 ഇയർബഡ് തമ്മിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പെയർ ആകുന്നതായിരിക്കും. അങ്ങനെ പെയർ ആയതിനു ശേഷം നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ ഫോണിൽ ആ ഒരു ബ്ലൂടൂത്ത് ഓണാക്കാം. അതിൽ നിങ്ങൾ ഈ ഒരു ഇയർബഡുമായിട്ടൊന്ന് പെയർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആ ഒരു ഫോണും ഈ ഒരു ബ്ലൂടൂത്ത് ഇയർബഡും കൂടി നിങ്ങൾക്ക് സിമ്പിളായിട്ട് പെയർ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഈ ഒരു ഇയർബഡിൻ്റെ ഫിറ്റും കംഫർട്ടെല്ലാം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഈ ഒരു ഇയർബഡ് എടുത്തിട്ട് നമ്മളെ ആ ഒരു ചെവിയിൽ നമ്മൾ വെക്കുന്നെങ്കിൽ അത്യാവശ്യം ഫിറ്റായിട്ട് നമുക്ക് നിൽക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ തലയൊന്ന് ഇളക്കി നോക്കിയാലൊന്നും ഈ ഒരു ഇയർബഡ് നമുക്ക് നമ്മൾ ചെവിയിൽ നിന്ന് പുറത്ത് പോകുന്ന ഒരു ഇതൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം സൂപ്പറായിട്ട് നമുക്ക് ഈ ഒരു ഇയർബഡ് നമുക്ക് ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആപ്പിളിൻ്റെ എയർപോർട്ടൽ പോലെയാണ് ഈ ഒരു ഇയർബഡിൻ്റെ ഡിസൈൻ വരുന്നത്. ഔട്ട് ഇയർ ഡിസൈനാണ് വരുന്നത്. പിന്നെ ഈ ഒരു ഇയർബഡിൻ്റെ നമ്മൾ ആ ഒരു ചെവിയിൽ വെക്കുന്ന ആ ഒരു ഭാഗത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ച് വലിയ സൈസാണ്. കാരണം ഈ ഒരു ഇയർപോർട്ടിൻ്റെ ഉള്ളിലുള്ളത് നമുക്ക് 13 mm ഒരു ഡ്രൈവറാണ്. അത്യാവശ്യം വലിയൊരു ഡ്രൈവറായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ചെവിയിൽ വെക്കുന്ന ആ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ലൊരു തടി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഇയർബഡിൻ്റെ ടച്ച് കൺട്രോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു ടച്ച് കൺട്രോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് വർക്ക് ചെയ്യാൻ നോക്കാം. ഈ ഒരു ഇയർബഡ് നമുക്ക് വരുന്നത് ടച്ച് കൺട്രോളാണ്. നമുക്ക് അതിൻ്റെ സൈഡിൽ ടാപ്പ് ചെയ്ത് നമുക്ക് ഈ ഒരു ഇയർബഡ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഞാൻ യൂട്യൂബിലൊരു വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആ ഒരു യൂട്യൂബിലൊരു വീഡിയോ ഓപ്പൺ ആക്കിയതാണുള്ളത്. നമുക്ക് ഇനി ഈ ഒരു വീഡിയോ നമുക്ക് പോസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു ഇയർബഡിൻ്റെ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് ഈ ഒരു വീഡിയോ നമുക്ക് പോസ് ആകുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരിക്കലും കൂടി നമ്മൾ ടാപ്പ് ചെയ്യുന്നെങ്കിൽ അത് റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ ഒരു ഇയർബഡിലൊന്ന് ഡബിൾ ടാപ്പ് ചെയ്യാമെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് പ്രീവിയസ് വീഡിയോയിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ആ ഒരു ഇയർബഡ് എടുത്തിട്ടൊന്ന് ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. മൂന്ന് പ്രാവശ്യം നമ്മൾ ടാപ്പ് ചെയ്തെങ്കിൽ ഡയറക്റ്റായിട്ട് പ്രീവിയസ് വീഡിയോയിലേക്ക് പോകുന്നതായിരിക്കും. ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ഇയർബഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. വീഡിയോ മ്യൂസിക്കെല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു ഇയർബഡ് നമുക്ക് ഇങ്ങനെ കോൾ റിസീവ് ചെയ്യാൻ നോക്കാം. നമുക്കിപ്പോൾ ഏതെങ്കിലും ഫോൺ കോൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇയർബഡ് ഒന്ന് ടാപ്പ് ചെയ്യുന്നെങ്കിൽ ഡയറക്റ്റായിട്ട് ആ ഒരു കോൾ എടുക്കുന്നതായിരിക്കും. ആ ഒരു കോൾ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു കോൾ റിജക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ ഒരു ഇയർബഡ് ഒന്ന് ലോങ് പ്രസ് ചെയ്തിട്ട് പിടിക്കുന്നെങ്കിൽ ഡയറക്റ്റായിട്ട് ആ ഒരു കോൾ റിജക്റ്റ് ആകുന്നതായിരിക്കും. ഏകദേശം ഒരു 2 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നെങ്കിൽ ഡയറക്റ്റായിട്ട് ആ ഒരു കോൾ റിജക്റ്റ് ആകുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ഇയർബഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ഒരു ഗൂഗിൾ അസിസ്റ്റൻറ്റ് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ആക്കണമെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് ആ ഒരു ഇയർബഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന ഒരു 2 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ഫോണിൽ ആ ഒരു ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഡയറക്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അത് വെച്ച് നിങ്ങൾക്ക് ആ ഒരു ഗൂഗിൾ അസിസ്റ്റൻറ്റ് നിങ്ങൾക്ക് ഈ ഒരു ഇയർബഡ് വെച്ച് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഇയർബഡിൻ്റെ ടച്ച് കൺട്രോൾ ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഇയർബഡിൽ നമുക്ക് ടച്ച് കൺട്രോളിൽ തന്നെ നമുക്ക് വോളിയം ഇൻക്രീസും ഡിക്രീസും ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നില്ല. അത് ഈ ഒരു ഇയർബഡിൻ്റെ ഒരു ഡ്രോബാക്ക് ആണ്. നമുക്ക് ഈ ഒരു ഇയർബഡിൽ നമുക്ക് വോളിയം ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനൊന്നും കഴിയില്ല. പക്ഷേ നമുക്ക് പോസ് ചെയ്യാനോ റിസ്യൂം ചെയ്യാനോ പിന്നെ നെക്സ്റ്റ് സോങ് പ്രീവിയസ് സോങ്ങിലേക്കെല്ലാം പോകാനുള്ള ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് വോളിയം ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നില്ല. അതാണ് ഈ ഒരു ഇയർബഡിൻ്റെ ഒരു ഡ്രോബാക്ക്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഇയർബഡിൻ്റെ മൈക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പം ഞാൻ സംസാരിക്കുന്നത് എൻ്റെ മൈക്കിലാണ്. നമ്മൾ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഒരു മൈക്കിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഇയർബഡ് വെച്ചിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഓഡിയോ കേൾക്കുന്നത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഈ ഒരു ഇയർബഡ് ഞാൻ ഫോണിൽ കണക്ട് ചെയ്തതിന് ശേഷം ആ ഒരു മൈക്കിലൂട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഈ ഒരു ഇയർബഡിൻ്റെ മൈക്കിലൂട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എത്രയുണ്ട്
ഉണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്ര ഓഡിയോ ക്വാളിറ്റിയാണ് നമുക്ക് ഈ ഒരു മൈക്കിലോട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഇയർബഡ് ഉപയോഗിച്ചുള്ള ഗെയിമിംഗ് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഗെയിമിംഗ് ലാറ്റൻസി എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ഗെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ BGMI ആണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു BGMI കളിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 1 സെക്കൻഡ് 2 സെക്കൻഡ് ആ ഒരു ലാഗ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. എന്നാലും നമുക്ക് ആ ഒരു ക്വാളിറ്റി, നമ്മൾ ആ ഒരു ഗെയിമിംഗ് കളിക്കുന്നതിൻ്റെ ആ ഒരു ക്വാളിറ്റിയിൽ അത്ര വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. അതിൻ്റെ സൗണ്ട് നമുക്ക് അത്യാവശ്യം മര്യാദയ്ക്ക് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അപ്പം ഗെയിം കളിക്കുമ്പോൾ വലിയ ഇഷ്യൂ ഒന്നും വരുന്നില്ല, നമുക്ക് അത്യാവശ്യം മര്യാദയ്ക്ക് ആ ഒരു ഓഡിയോ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഇയർബഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഒപ്റ്റിമൈസ് ആയിട്ടുള്ളൊരു ഇയർബഡ് ഒന്നുമില്ല. എന്നാൽ നമുക്ക് ഇന്നത്തെ ഗെയിം കളിക്കാൻ കഴിയുന്നുണ്ട്. ഗെയിം കളിക്കുന്ന സമയത്ത് അത്യാവശ്യം വലിയ ലാഗൊന്നും വരുന്നില്ല. ഏകദേശം ഒരു 1 സെക്കൻഡ് 2 സെക്കൻഡ് ആ ഒരു ലാഗ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അത് നമുക്ക് ഗെയിമിംഗ് കളിക്കുന്നതിന് വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു PTron TWS ഇയർബഡിൻ്റെ ഒരു ഗെയിമിംഗ് ലാറ്റൻസി വരുന്നത്. ഈ ബാസ് ബൂസ്റ്റഡ് ആയിട്ടൊരു ഇയർബഡ് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു PTronൻ്റെ വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത്യാവശ്യം നല്ലൊരു ബാസ് നമുക്ക് ഈ ഒരു അണ്ടർ 1000 പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ബാസ് നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ഇയർബഡിൽ. പിന്നെ ഓവറോൾ ഓഡിയോ ക്വാളിറ്റിയും അത്യാവശ്യം സൂപ്പർ തന്നെയാണ്, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അത്യാവശ്യം സൂപ്പറായിട്ടൊരു ഇയർബഡാണ് ഈ ഒരു PTron Basspods 281 എന്ന് പറയുന്ന ഈ ഒരു ഇയർബഡ്. എനിക്ക് ഈ ഒരു PTron Basspods 281 എന്ന് പറഞ്ഞ ഈ ഒരു ഇയർബഡ് എനിക്ക് വാങ്ങണമെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് വെച്ച് എനിക്ക് സിമ്പിളായിട്ട് ഫ്ലിപ്കാർട്ട് എന്നാണ് ഞാൻ വാങ്ങിയാലും നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട് പോയിട്ട് എനിക്ക് സിമ്പിളായിട്ട് വാങ്ങാൻ കഴിയുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ ടെക്നോളജി വീഡിയോസ് എനിക്ക് ഇനിയും ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ തീരെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.